എല്ലാം കേന്ദ്രത്തിൻ്റെ വഴിക്കോ എന്നുള്ളതാണ്. മധു, വി ഡി സവർക്കർ അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനി, വന്ദേമാതരം അടക്കം പൂർണ്ണമായി ആലപിക്കണമെന്നുള്ള കേന്ദ്ര നിർദ്ദേശം അതേപടി നടപ്പാക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം. എല്ലാം കേന്ദ്ര വഴിക്കോ. ഇതിൽ അത്ഭുതമുള്ളൊരു കാര്യമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കേന്ദ്രത്തിൽ BJPക്കും RSSനുമെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്, അതിൻ്റെ ആ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ RSSന്റെ വഴിക്ക് പോകുന്നു, BJPയുടെ വഴിക്ക് പോകുന്നു എന്ന വിമർശനങ്ങൾ നിരന്തരം മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഭാഗത്തുനിന്ന് കേൾക്കേണ്ടി വരുന്നു എന്നതാണ്. അത് കൗതുകകരമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനൊരു ന്യായമില്ല എന്നതാണ്. കാരണം നമുക്ക് വളരെ കൃത്യമായി അറിയാം, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരിക്കലും BJPയുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒന്നല്ല എന്ന്. എന്നിട്ടും നേരത്തെ ഡോക്ടർ അരുൺകുമാർ എണ്ണി പറഞ്ഞതുപോലെ ഈ ഹണിമൂൺ പീരീഡ് തീർന്നിട്ടില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ എപ്പോഴും പറയുന്ന ഈ കാലഘട്ടത്തിനിടയിൽ ഒരു ഡസണിലേറെയുള്ള മാറ്റങ്ങൾ സംഘപരിവാറിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുകൂലമായി സംഭവിക്കുന്നു എന്നതാണ്. ഇപ്പം അതിലേറ്റവും അവസാനം സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം മഞ്ചേശ്വരം സ്കൂൾ ക്യൂസിൽ VD സവർക്കറെ പുകഴ്ത്തി ഒരു ചോദ്യാവലി ഉണ്ടാകുന്നു. ഇത് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ ഷംസുദ്ദീനോ വിദ്യാഭ്യാസ വകുപ്പോ നേരിട്ട് നടത്തുന്ന ഒരു പരീക്ഷയുടെ ഭാഗമായി വന്നതല്ല. ഇത് ഈ സോഷ്യൽ ക്ലബ്ബുമായി ബന്ധപ്പെട്ട അധ്യാപകർ തയ്യാറാക്കിയതാണ്. ഈ അധ്യാപകരിൽ ഒരാൾ സംഘപരിവാറിന്റെ ആശയങ്ങളുള്ള ആളാണ് എന്നതും ഇപ്പോൾ വിശദീകരണമായി വരുന്നുണ്ട്. നോക്കൂ സാർ, അപ്പോൾ സംഘപരിവാറിന്റെ ആശയങ്ങളുള്ള അധ്യാപകർക്ക് വളരെ പേഴ്സണലായി വിദ്യാർത്ഥികളിലേക്ക് ആശയം എത്തിക്കാനുള്ളൊരു വഴിയായിട്ടാണോ ഈ സോഷ്യൽ ക്ലബ്ബുകളടക്കം പ്രവർത്തിക്കുന്നത്? നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന വിവരങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് എല്ലാ കാലത്തേക്കും ഉള്ളതാണ്. അങ്ങനെ LP സ്കൂളിലെയും UP സ്കൂളിലെയും ഒക്കെ വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് ആധികാരികമായി പഠിക്കുന്ന അറിവ് എന്ന നിലയ്ക്ക് സവർക്കറുടെ ഈ ദീർഘകാലത്തെ ജയിൽവാസത്തിന്റെ ത്യാഗസമ്പന്നമായ ഓർമ്മകൾ വരികയാണ്. ഇപ്പൊ നോക്കൂ, കുറച്ചു മുമ്പ് ചർച്ചയിൽ RSSന്റെ പ്രതിനിധി വന്നിരുന്ന് സംസാരിക്കുന്നത്, ഇത്രയും വർഷക്കാലം സവർക്കർക്ക് വീട്ടിനുള്ളിൽ തടങ്കലിൽ കഴിയേണ്ടി വന്നു, ഇത്രയും വർഷക്കാലം ജയിലിൽ തടങ്കലിനുള്ളിൽ കഴിയേണ്ടി വന്നു, ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മാപ്പെഴുതി എന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു ആധികാരികമായ രേഖയും പുറത്തില്ല. അത് സർക്കാരിൻ്റെ രേഖയോ അല്ലെങ്കിൽ മറ്റു രേഖകളോ ഇല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് RSS എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, അത്തരം പരാമർശം, ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധിക്ക് പിന്നീട് മാപ്പ് പറയേണ്ടി വന്നു എന്നൊരു വേർഷനും കൂടി ഇപ്പുറത്ത് RSS പറയുന്നുണ്ട്. എപ്പോഴൊക്കെ ഗാന്ധിവധം എന്ന കാര്യം ഉന്നയിച്ച് ഈ കാലഘട്ടത്തിൽ അത് RSSന്റെ ഒരു അജണ്ടയെ അവർ എടുക്കുകയാണ്. എപ്പോഴൊക്കെ ഗാന്ധിവധം എന്ന വാക്ക് ഉന്നയിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ അത് RSSമായി ക്ലബ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അപ്പോഴൊക്കെ നിയമപരമായ നടപടികളിലേക്ക് പോകൂ എന്നുള്ളത് അവരുടെ നിർദ്ദേശം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഈ കാര്യങ്ങൾ ഇപ്പോൾ നോക്കൂ, എന്താ സംഭവിച്ചത്? ക്യൂസുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നു, അത് ചർച്ചകളായി വന്നു. അതുമായി ബന്ധപ്പെട്ട് സവർക്കറുടെ ചരിത്രം മുഴുവനും ആവർത്തിച്ച് RSSന് പറയാനുള്ള വേദി ഉണ്ടാക്കപ്പെടുകയാണ്. ഇതാണ് ഉദ്ദേശിക്കപ്പെട്ടത്. ആ ഉദ്ദേശം, ഇങ്ങനെ പറയപ്പെടാനും പാടപ്പെടാനും പുകഴ്ത്തപ്പെടാനുമുള്ള ഉദ്ദേശം നടപ്പിലാകുന്നത് ഏത് സംവിധാനത്തിലൂടെയാണ്? പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിലൂടെയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് നടപ്പിലാകുന്നതല്ല, പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൽ അത് ഷോക്കേസ് ചെയ്യാനുള്ള അവസരം ഒരുങ്ങുക എന്നതാണ്. ഇനിയിപ്പോൾ ഈ അധ്യാപകനെ കണ്ടുപിടിച്ച് വേണമെങ്കിൽ മെമ്മോ ചോദിക്കാം. അതുകൊണ്ട് എന്താ കാര്യം? നടപ്പിലാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇനി അതുപോലെ നടപ്പിലാക്കപ്പെട്ട മറ്റൊന്നാണ്, ഇവിടെ വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതന്റെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട് വലിയ ചോദ്യങ്ങൾ ഉയർന്നു. എന്താണ് തിരുവനന്തപുരത്തെ മേയർ VV രാജേഷ് യാതൊരു സംശയവും ആശങ്കയും ഇല്ലാതെ മാധ്യമങ്ങളോട് പറഞ്ഞതെന്നറിയാമോ? ആർക്കും ഒരു അയോഗ്യതയും ഉണ്ടാകില്ല. ഉണ്ടായോ? ഇല്ല. അതിന് വേണ്ടത് ആഭ്യന്തര വകുപ്പിൽ നിന്നാണെങ്കിൽ, അതിന് വേണ്ടത് തദ്ദേശ വകുപ്പിൽ നിന്നാണെങ്കിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അതിലൊരു ഉദ്യോഗസ്ഥർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. കാര്യം നടന്നു. അതിനാരും ഉത്തരവാദിത്വം പറയും? ഈ സംവിധാനത്തിനുള്ളിൽ നിന്ന് എന്താണോ BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യം അതിനനുകൂലമായ നിലപാടെടുത്തു. ആശ്വസിപ്പിക്കുന്ന തരത്തിലൊരു കത്ത് ചെന്നു, അത് നടപ്പിലാക്കി, ലീവ് കിട്ടി, യാതൊരു തരത്തിലുള്ള അയോഗ്യതാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ BJPയുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനുള്ള സംവിധാനം, RSSന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനുള്ള സൗകര്യം ഈ സംവിധാനങ്ങളിൽ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കിപ്പം ഭരണപരമായ കാര്യങ്ങൾ അത് തീരുമാനിക്കേണ്ടത് ആരാണ്? ലോക്ഭവനിൽ നിന്നാണോ? ഗവർണർക്ക് എങ്ങനെയാണ്? നേരത്തെ യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് ഗവർണർ മീറ്റിംഗ് വിളിക്കുന്നു. സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെ മുഴുവനും മീറ്റിംഗ് വിളിച്ച് ഈ കാര്യങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് നിർദ്ദേശിക്കാനുള്ള അധികാരം അദ്ദേഹത്തിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? സർക്കാർ അതിൽ ഇടപെടേണ്ടേ? നമ്മളെല്ലാവരും ആ ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് മറുപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ലോക്ഭവന്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു ഉത്തരവിറങ്ങിയത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. അപ്പോൾ ഇനി സർക്കാർ ഓർഡറുകളെല്ലാം സെക്രട്ടറിക്ക് നേരിട്ട് ഗവർണർ അറിയിച്ചാൽ മതിയോ? പിന്നെന്തിനാണ് വകുപ്പ്? ഗവർണർക്ക് നേരിട്ട് ഓരോ വകുപ്പിലും ചീഫ് സെക്രട്ടറി നേരിട്ട് വിളിച്ച് ഓരോ സെക്രട്ടറിമാരും ഇറക്കേണ്ട ഉത്തരവും അതിന്റെ രീതിയും അറിയിക്കാനാണ് എങ്കിൽ പിന്നെ എന്തിനാണ് വകുപ്പ് മന്ത്രിമാർ?
ഇപ്പം ഈ വകുപ്പ് എന്തിനാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ചോദ്യമുണ്ടല്ലോ. അപ്പം ആരുടെ നയമനുസരിച്ചാണ്? ലോക് ഭവനാണോ നയം? സർക്കാർ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ടത് ആരുടെ നയമനുസരിച്ചാണ്? ലോക് ഭവന്റെ നയമനുസരിച്ചാണോ സർക്കാരിന്റെ നയമനുസരിച്ചാണോ അതോ രണ്ടും ഒന്നാണോ എന്ന ചോദ്യമാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ നോക്കൂ, ഈ പട്ടികയിൽ ഏറ്റവും അവസാനം വരുന്ന ഒരു കാര്യം, സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ വന്ദേമാതരം മുഴുവനുമായും ആലപിക്കണമെന്ന് ചീഫ് സെക്രട്ടറി തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന കത്തുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വിവാദങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഈ തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്ക് അയച്ചിരിക്കുന്ന കത്തിൽ വളരെ വ്യക്തമായി പറയുന്ന കാര്യം എന്താണ്? അത് ഈ എന്താണോ കേന്ദ്രത്തിന്റെ ഡയറക്ഷൻ അതനുസരിച്ച് അത് പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് വന്ദേമാതരം ആലപിക്കണം എന്നുള്ളതാണ്. ഈ സെന്റൻസ് അതിലില്ല എന്ന് വെക്കുക, എന്താ സംഭവിക്കുക? വന്ദേമാതരം ആലപിക്കണം എന്നതേ ഉള്ളൂ. വന്ദേമാതരം എങ്ങനെ ആലപിക്കണം? സംസ്ഥാന സർക്കാരിന്റെ ഈ ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട അജണ്ടയ്ക്കനുസരിച്ച്, നോട്ടീസ് അനുസരിച്ച് ആലപിക്കാം. മുഴുവനും ആലപിച്ചില്ലേ, ആരെന്തു ചെയ്യും? കേന്ദ്രം ഇങ്ങോട്ട് നോട്ടീസ് അയക്കുമോ? നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ മുഴുവനുമായും ആലപിക്കണം എന്ന ഡയറക്ഷൻ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊന്നും ചെയ്യാതെ എന്താണ് വന്ദേമാതരത്തിന് ദേശീയ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഡയറക്ഷൻ എന്താണോ അത് പൂർണ്ണമായും അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് കൃത്യമായി ഈ ഓർഡറിന്റെ ഭാഗമാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? താല്പര്യം എന്ന് പറയുക. ആ താല്പര്യ പ്രകടനം എവിടെ നിന്നുണ്ടായി എന്നതാണ് ചോദ്യം. ഇനി മാത്രമല്ല, ഏറ്റവും കൂടുതൽ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മറ്റൊരു കാര്യം എന്താണ്? അത് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഈ കാര്യങ്ങളിൽ ഏറ്റവും വലിയ വിമർശനം ഉന്നയിച്ചത് എവിടെ നിന്നാണ്? കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണ്. PM നിയാസ് വിമർശിക്കപ്പെട്ടു, KSUവും അതിനോടൊപ്പം തന്നെ ലോയേഴ്സ് കോൺഗ്രസും വിമർശിക്കപ്പെട്ടു. ഇതൊക്കെ ഈ സംവിധാനങ്ങളൊന്നും അറിയാതെ ഒരു ഏകജാലക സംവിധാനത്തിലൂടെ RSSന്റെ അജണ്ട നടപ്പിലാകുന്നത് എങ്ങനെയാണ് എന്ന വിമർശനത്തിന് ആരാണ് മറുപടി പറയുക? ഇനിയിപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വന്ദേമാതരം ആലപിക്കണം എന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഈ നിർദ്ദേശം നൽകിയപ്പോൾ നമുക്കത് പൂർണ്ണമായും പാലിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുക. ആ ഉത്തരവാദിത്തം വരുന്നത് ഈ ഒരൊറ്റ വരിയിൽ നിന്നാണ്. ആ വരി എങ്ങനെ വന്നു എന്ന കാര്യം കൂടി പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ്. VCമാർ RSSന്റെ പരിപാടിയിൽ സർവകലാശാല VCമാർ പങ്കെടുത്തു. എന്താ സർക്കാർ ചെയ്തേ? ഒന്നും ചെയ്തില്ല. ഒരു വിശദീകരണം പോലും ചോദിച്ചില്ല എന്നുള്ളതാണ്. ഇനി കോൺഗ്രസിന്റെ കാലത്ത്, CPM ഭരിക്കുന്ന കാലത്ത് MR അജിത് കുമാർ RSS മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി. ഇവിടെ എത്ര വലിയ വിമർശനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പൊ പറയുന്നത് എന്താ? ഉദ്യോഗസ്ഥർ ആ നിലയ്ക്ക്, ഇപ്പൊ തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ഉദ്യോഗസ്ഥർ ആ നിലയ്ക്ക് RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അവർ പുറത്തിരിക്കും എന്നാണ് പറയുന്നത്. അത് ഉദ്യോഗസ്ഥരുടെ മാത്രം ഉത്തരവാദിത്തമാണ്, യാതൊരു തരത്തിലും രാഷ്ട്രീയമായ ഒരു ഡയറക്ഷന്റെ പേരിലല്ല. അപ്പൊ പിന്നെ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആ വിമർശനം? MR അജിത് കുമാറുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പല കാര്യങ്ങളിലും പാർട്ടി താല്പര്യം, CPM താല്പര്യം എന്നുള്ള കാര്യങ്ങൾ ഉന്നയിക്കാം. അന്ന് ഉന്നയിച്ച വിവാദവും വിമർശനവും എന്ന് പറയുന്നത്, ഈ സംഘപരിവാർ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച വിമർശനം എന്ന് പറയുന്നത് RSSനും CPMനും ഇടയിലുള്ള പാലം എന്ന നിലയ്ക്ക് MR അജിത് കുമാർ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ ഉദ്യോഗസ്ഥരെയും ആ നിലയ്ക്ക് പാലം എന്ന് വിമർശിക്കാമല്ലോ, വിശേഷിപ്പിക്കാമല്ലോ. അപ്പൊ ആ പാലം നിർമ്മാണം കോൺഗ്രസിൽ എങ്ങനെ നടക്കുന്നു എന്നതാണ് ചോദ്യം. അതിന് ഏറ്റവും ഈ 1 ഡസൻ വ്യതിയാനങ്ങളിൽ ഏറ്റവും അവസാനത്തെ 2 ഉദാഹരണങ്ങളാണ്. ഒന്ന് വന്ദേമാതരവുമായി ബന്ധപ്പെട്ട കാര്യവും ഒന്ന് ക്വിസ് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട കാര്യവും. ആ ചോദ്യം വരുന്നത് അത്ര നിഷ്കളങ്കമായിട്ടല്ല എന്നെങ്കിലും സമ്മതിക്കണം. Meet the editors.